സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ചാലശ്ശേരിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശാസ്ത്ര തൃശൂർ നറുക്കെടുപ്പിലൂടെ വിജയികളായി. ചാലശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്താണ് ചാലശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നത്. ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കാസ്കോ FC ശാസ്ത മെഡിക്കൽസ് തൃശൂർ സെമിഫൈനലിലേക്ക് പ്രവേശിച്ചു. റോയൽ ട്രാവൽസ് കോഴിക്കോടുമായി 3-3 സമനില പാലിച്ച മത്സരം എക്സ്ട്രാ ടൈമിലും പെനാൽറ്റിയിലും സമനില പാലിച്ച് നറുക്കെടുപ്പിലൂടെയാണ് ശാസ്ത തൃശൂർ വിജയികളായത്. രണ്ടാം ക്വാർട്ടർ മത്സരം ശനിയാഴ്ച രാത്രി നടക്കും. ഷിഫ മഞ്ചേരിയും FC കൊണ്ടോട്ടിയുമാണ് ഏറ്റുമുട്ടുക. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സഹയാത്രാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നത്. ആരവം 2024 എന്ന പേരിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുക. ടൂർണമെന്റിൽ ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദ് ഉണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്.